ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അരാപ്പൈമ എന്ന മത്സ്യത്തെ പറ്റിയാണ്. ലോകത്തിലെ വലിപ്പം കൂടിയ ശുദ്ധജല മത്സ്യങ്ങളിൽ ഒന്നാണ് അരാപ്പൈമ. ഈ മത്സ്യം അമേരിക്കയിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യമാണ്. ഉഷ്ണമേഖല പ്രദേശങ്ങളിലാണ് ഇവ കണ്ടുവരുന്നത്. 10 അടി വരെ നീളവും 200 കിലോഗ്രാം വരെ ഭാരവും ഇവയ്ക്ക് ഉണ്ടാകാറുണ്ട്. അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ ആണ് ഇവ ശ്വസിക്കുന്നത്. ഇതിനായി ഇടയ്ക്കിടെ വെള്ളത്തിന് മുകളിൽ വരുന്നു. 20 മിനിറ്റോളം വെള്ളത്തിനടിയിൽ ശ്വാസമെടുക്കാതെ നിൽക്കാനും അരാപ്പൈമകൾക്ക് കഴിയുന്നു. ഇവയുടെ ആവാസ വ്യവസ്ഥ എന്ന് വെച്ചാൽ ആമസോൺ നദീതീരങ്ങളിലുള്ള നിശ്ചലമായ തടാകങ്ങൾ, മന്ദഗതിയിലുള്ള നദികൾ, നനഞ്ഞ ചതുപ്പുകൾ എന്നിവയിലാണ് പ്രധാനമായും ഇവ ജീവിക്കുന്നത്. വെള്ളത്തിൽ ഓക്സിജൻ കുറഞ്ഞ സ്ഥലത്ത് ഈ മത്സ്യങ്ങൾക്ക് കൂടുതൽ ജീവിക്കാനുള്ള കഴിവുണ്ട്. കാരണം ഈ മത്സ്യങ്ങൾ അവയുടെ തലയോട്ടിക്കുള്ളിലെ പ്രത്യേക ബ്ലാഡർ ഉപയോഗിച്ച് വായു ശ്വസിക്കുന്നു. അരാപ്പൈമകൾ മാംസാഹാരികളാണ്. ഇവയുടെ ഭക്ഷണം ചെറുമീനുകൾ, ഞണ്ട്, തടവര, ചെടി തിന്നുന്ന ജീവികൾ, പുഴുക്കൾ, ചെറിയ പക്ഷികൾ, ചിലപ്പോൾ ചെറുസസ്തനികൾ വരെ പിടിച്ചു തിന്നാറുണ്ട്. വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് എറിയുന്ന ശക്തമായ സക്ഷൻ ഉപയോഗിച്ച് ഇര പിടിക്കുന്നു. സാധാരണ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. വെള്ളത്തിൻ്റെ മേൽഭാഗത്ത് വന്ന് 15-20 മിനിറ്റ് കൂടുമ്പോൾ വായു ശ്വസിക്കുന്നു. ഇര പിടിക്കുമ്പോൾ വേഗത്തിൽ പൊങ്ങി വന്ന് ഇവ ഇര പിടിക്കുന്നു. വേഗത്തിൽ വളരുന്ന മത്സ്യമാണ്. ദീർഘമായ ബലമുള്ള ശരീരം, ചുവപ്പ് ചായമുള്ള വാൽഭാഗം എന്നിവ ഇവയുടെ പ്രത്യേകതയാണ്. അരാപ്പൈമ മത്സ്യങ്ങളുടെ പ്രജനനകാലം പ്രളയം തുടങ്ങുന്നതിന് മുമ്പാണ്. ജലനിരപ്പ് കൂടുന്നതിന് മുൻപ് ആൺമത്സ്യങ്ങൾ ഒരു താഴ്ന്ന കൂട് ഉണ്ടാക്കുന്നു. 50,000-ൽ-അധികം മുട്ടകൾ വരെ പെൺമത്സ്യങ്ങൾ ഇടുന്നു. ആൺമത്സ്യങ്ങളാണ് പ്രധാനമായും കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത്. കുഞ്ഞുങ്ങളെ ചുറ്റും ഒത്തുകൂട്ടി സംരക്ഷിക്കുന്നതാണ് ഇവരുടെ പ്രത്യേകത. വെള്ളത്തിൽ ഓക്സിജൻ കുറഞ്ഞാൽ മറ്റ് മത്സ്യങ്ങൾ ചത്തുപോയാലും അരാപ്പൈമ വായു ശ്വസിക്കുന്നതിനാൽ ജീവിക്കുന്നു. തോലുകൾ അത്യന്തം വലിപ്പവും കട്ടിയും ഉള്ളതാണ്. പിരാറുക്കു സ്കിൻ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. ആമസോൺ പ്രദേശത്തിലെ ആളുകളുടെ പ്രധാന ആഹാരമായിരുന്നുവെങ്കിലും ഇപ്പോൾ ഓവർ ഫിഷിംഗ് കാരണം അതിന് മാറ്റം വന്നിരിക്കുന്നു. ഈ മത്സ്യങ്ങൾ അവരുടെ തനതായ ജീവിതത്തിൽ 15-20 വർഷം വരെ ജീവിക്കുന്നു. സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഇതിലും കൂടുതൽ ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.